അതിനല്ല കാക്കോത്തി, ഇത്രയും കാശ് ചെലവ് ചെയ്ത് മണിയറ ഒരുക്കിയില്ലേ, അതിന് ഫലമുണ്ടാവോന്നറിയാന്. ഫലം ഉണ്ടാവും. എനിക്ക് വിശ്വാസമില്ല. വിശ്വാസം വേണം. അതിലാണ് ജീവിതം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. നീ ഇവിടെ ഫിലോസഫി വിളമ്പിക്കൊണ്ടിരുന്നു. അവിടെ അരവിന്ദേട്ടന്റെ അവസ്ഥ എന്തായാവോ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. വീട്ടിലെ നമ്മളെ മുറിയിന്നിറക്കി അരവിന്ദേട്ടനും ശ്രേയയ്ക്കും മണിയറ ഒരുക്കി കൊടുത്തു. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ലല്ലോ. അതും കഴിഞ്ഞിട്ട് നിന്റെ വീട്ടില് നമ്മളെ നേരിട്ട് പോയി മണിയറ ഒരുക്കി കൊടുത്തു. വല്ലതും നടന്നോ? ഇല്ലല്ലോ. പിന്നെങ്ങനെ ഇപ്പൊ നടക്കാനാ? നടക്കും, നടക്കണം, നടന്നേ തീരും. അപ്പോഴേ ശ്രേയ അരവിന്ദേട്ടന്റെ ഭാര്യയും നമ്മുടെ വീട്ടിലെ മരുമോളും ആവും. അതൊക്കെ ശരി, പക്ഷേ ഒരു പക്ഷയും ഇല്ല. അരവിന്ദേട്ടൻ വാശിയില്ല, ആ വാശി ജയിക്കും. അപ്പോ ഇന്ന് രാത്രി ചേട്ടാ. അതെ, അരവിന്ദേട്ടന്റെ വാശി ജയിച്ചാ എനിക്കും സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെ. പക്ഷേ അക്കച്ചേട്ടാ, എന്തോ മധുവിധു അവിടെയാ, ഇവിടെ അല്ല. ഞാൻ കാക്കുതി നിക്ക്. ദേ നല്ല തണുപ്പ്, നീങ്ങ വാ. കാക്കുതി എന്റെ തപസ് എപ്പ തീരാനാ? വീട്ടിലൊന്നും നടന്നില്ല. ഇപ്പൊ ഇവിടെയും ഞാനെന്നും ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഞാൻ തീർത്തു തരാം. മാഡം ഫ്രഷ് ആവുന്നില്ലേ? എനിക്കൊരു കോള് വന്നു. കുളിക്കാൻ ഇത്ര നേരം വേണോ? കാത്തിരുന്ന് ബോറടിച്ചു. ആണോ? സോറി മാഡം, നല്ലോണം തേച്ചൊരച്ച് സോപ്പൊക്കെ പതപ്പിച്ച കുളിച്ചേ, അതുകൊണ്ടാ വൈകി. ഒന്നും തോന്നല്ലേ? ഏയ് ഇല്ല. അരവിന്ദന് വേണ്ടി നല്ല ചൂടുള്ള പാൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. എനിക്ക് ചൂടാറുന്നതിന് മുമ്പ് കുടിച്ചോ. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. മേഡം ഇന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാന്ന് തോന്നുന്നു. ഇന്നത്തെ രാത്രി ജീവിതത്തിൽ എന്ന് ഓർത്തു വെക്കാനുള്ളതാ. അരവിന്ദേ, നിന്റെ ലൈഫ് സ്റ്റാർട്ടായതാ. അയ്യോ, പാലിന്റെ കാര്യം മറന്നു. അയ്യോ, ഇപ്പൊ ഞാൻ മുഴുവൻ കുടിച്ചേനെ. പകുതി മേഡത്തിന് കൊടുക്കണ്ടേ? ലൈഫില് ഭാര്യയായിട്ടെല്ലാം ഷെയർ ചെയ്യണ്ടേ? പകുതിയാവാൻ കുറച്ചുകൂടി ഉണ്ട്. കറക്റ്റ് പകുതിയായി. ഇത് എന്റെ മേഡത്തിന്. അവിടെ ഇരിക്കട്ടെ. ഇറങ്ങുന്നില്ലല്ലോ.
ഇന്ന് ഞാൻ ശരിയാക്കി തരാടാ. മാഡം സുന്ദരിയായല്ലോ. അല്ല, അല്ലെങ്കിലും സുന്ദരിയാ. ഇപ്പോ കൂടുതൽ സുന്ദരിയായി. പാല് ഞാനിപ്പോ മുഴുവനും കുടിച്ചു തീർത്തനെ. ഞാൻ മാത്രമല്ലല്ലോ, മേഡവും കുടിക്കണ്ടേ? എന്താ മാഡം, കുടിക്ക്. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയില്ലേ? അക്കോർഡിംഗ് ടു ഫസ്റ്റ് നൈറ്റ് ലോ, ഭർത്താവ് കുടിച്ച് പകുതി പാൽ ഭാര്യ കുടിക്കണമെന്നാ. കുടിച്ചോ? കുടിക്ക് മാഡം, കുടിക്ക്. എന്താ അരവിന്ദ് ഇത്? എനിക്ക് പാൽ ഇഷ്ടമല്ലെന്നുള്ള കാര്യം മറന്നോ? അരവിന്ദ് തന്നെ കുടിച്ചാ മതി. ശോ, ശ്ശേ, അത് ശരിയാണല്ലോ, ഞാനത് മറന്നു. എന്റെ മനസ്സിപ്പോ മേഘങ്ങൾക്കിടയിലൂടെ പറന്നുകൊണ്ടിരിക്കുക. എന്തോന്നില്ലാത്തൊരു ഫീല്. അതുകൊണ്ടാ ഞാനെല്ലാം മറക്കുന്നേ. മേഡത്തിന് വേണ്ടി ഞാൻ തന്നെ കുടിച്ചോളാം. പാല് ഞാനിപ്പോ മുഴുവനും കുടിച്ച് തീർക്കും. മേഡത്തിന് വേണോ? കുറച്ച് കുടിക്ക്.